ഹായ് വെൽക്കം ടു നഴ്സസ് ടെക്. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് DME DHS എക്സാമിന് വേണ്ടി PSC തന്നിരിക്കുന്ന സിലബസ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിലബസ് നോക്കാം. ഫസ്റ്റ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. ഇതിൽ നിന്നും ഏതൊക്കെ പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ലിംഫ് വെസൽസ്, ലിംഫ് സർക്കുലേഷൻ, ലിംഫ് ടിഷ്യൂസ്, സ്പ്ലീൻ ആൻഡ് തൈമസ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ റെസ്പിറേഷൻ ആൻഡ് ഡീവിയേഷൻ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ആലിമെൻ്ററി ട്രാക്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് കിഡ്നി, ഫോർമേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് യൂറിൻ, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാസ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫങ്ഷൻ ഓഫ് ബ്രസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നെർവസ് സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബ്രെയിൻ, cranial nerves, spinal cord, motor and sensory pathway of spinal cord and autonomic nervous system. Sense organsൽ നിന്നും skin, eye, ear, nose and tongue. Physiology of vision, hearing, smell, touch, taste and equilibrium. Skeleton and muscular സിസ്റ്റത്തിൽ നിന്നും formation and growth of bones, tendons, ligaments and cartilage. Classification of bone, axial and appendicular skeleton, structure and functions of muscles. Anatomy and physiologyയിൽ നിന്നും ഇത്രയുമാണ്. മൈക്രോബയോളജിയിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൈക്രോബയോളജി, ബാക്ടീരിയോളജി, ഇവയുടെ ഹിസ്റ്ററി, types of microorganisms, normal flora of the body, pathogenesis, common diseases, culture, അതുമല്ല types of infections, factors, transmission of infection, പിന്നെ സൊസൈറ്റിയിൽ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും, സോഷ്യൽ ചേഞ്ച് എങ്ങനെയൊക്കെ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെയൊക്കെ ഇൻവോൾവ് ആവും, സോഷ്യലി എങ്ങനെ മൈക്രോ ഓർഗാനിസംസിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി ബേസിലാണെങ്കിലും മൈക്രോ ഓർഗാനിസംസിൻ്റെ കൾച്ചർ, ട്രാൻസ്മിഷൻ, ഗ്രോത്ത് ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഡെഫിനേഷൻസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതെല്ലാമാണ് മൈക്രോബയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സൈക്കോളജി ആണ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്കോപ്പ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് സൈക്കോളജി, മൈൻഡിൻ്റെ സ്ട്രക്ചർ, സബ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, ഈഗോ, സൂപ്പർ ഈഗോ, കൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്, സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മെൻ്റൽ മെക്കാനിസംസ്. അതിൽ നിന്ന് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും, എഫക്ട്സ്, പിന്നെ ഹാബിച്വൽ ഡിസോർഡേഴ്സ്, മീനിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലേണിംഗ്, മെമ്മറി ആൻഡ് ഫോർഗോട്ടിംഗ്, തിങ്കിങ് ആൻഡ് റീസണിങ്, അതിൻ്റെ ടൈപ്സ്, പ്രോബ്ലം സോൾവിങ്, ഒബ്സർവേഷൻ ആൻഡ് പെർസെപ്ഷൻ, അതിൻ്റെ ലോസ്, ഡെഫിനീഷൻസ്, പിന്നെ കൺസെപ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, നേച്ചർ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്, മെൻ്റൽ എബിലിറ്റി, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഇൻ്റലിജൻസ്, ഫോർ എക്സാമ്പിൾ IQ അനാലിസിസ്. ഇതൊക്കെയാണ് സൈക്കോളജിയിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് ആണ് സോഷ്യോളജി. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിംഗ്, കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്സ് ഓഫ് ഫാമിലി, ഫാമിലി സൈക്കിൾ, അവരുടെ റിച്വൽസും റൂൾസും കാര്യങ്ങളും, ടൈപ്പ് ഓഫ് മാരേജ്, പ്രോബ്ലംസ്, ഇതെല്ലാമാണ് സോഷ്യോളജിയിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററി, കൺസെപ്റ്റ്, സ്കോപ്പ്, എത്തിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ്, തെറാപ്യൂട്ടിക് എൻവയൺമെൻറ്റ്, പേഷ്യൻ്റ് ഹോസ്പിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്മിഷൻ ആൻഡ് ട്രാൻസ്ഫർ പ്രൊസീജിയേഴ്സ്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, ബേസിക് നഴ്സിംഗ് സ്കിൽസ്. ഇതിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർവ്യൂ, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്.
Next, care plan, patient basic needs, physiological, psychological, sociological, all things, and assessment of patients, that is head to toe examinations. Next, infection and controlling method, medical and surgical asepsis, isolation process, barrier nursing, hand washing technique, biomedical waste management, therapeutic nursing care, clinical pharmacology, for example, drug calculation, fluid calculation, rules of administration, etc. ഇത്രയുമാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. ഇതിൽ നിന്നും ആഡ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, CPR, first aid emergencies such as shock, asphyxia, drowning, etc. Various community emergencies such as fire, flood, etc. and community resources such as police, ambulance. ഇതെല്ലാമാണ് ഫസ്റ്റ് എയ്ഡിൽ നിന്നും ആഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഇതിൽ വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, പ്രൈമറി ഹെൽത്ത് കെയർ, പ്രമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്, പ്രിൻസിപ്പൾസ്, goals, objective, concept, importance of community health nursing and health care system in community base, national and family health programs and other major health programs, and concept and function of health team. Next വരുന്നതാണ് different age group health assessment, principles and use of epidemiology, level of prevention, family health service, family planning, records and reports, and management of minor elements. ഇത്രയുമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂട്രീഷൻ. ഇതിൽ നിന്നും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്, നോർമൽ ഡയറ്ററി പ്ലാൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻസ്, മെറ്റബോളിസം, therapeutic diet, special diet including according to disease condition, nutritional programs and problems in India. ഇത്രയുമാണ് ന്യൂട്രീഷൻ എന്ന പോർഷനിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിംഗ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോ സിസ്റ്റം വൈസ് ഡിസീസ് കണ്ടീഷൻ, ഡെഫിനീഷൻ, mode of transmission, pathophysiology, etiology, clinical features, diagnostic measures, treatment and medical and surgical management, post-operative and pre-operative management, oncology, emergencies and treatment modalities, and nursing management according to all system wise disease condition വരുന്ന മാനേജ്മെൻറ്റും കാര്യങ്ങളും, സർജിക്കൽ മാനേജ്മെൻറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, management of patient with ear, nose and throat disorders, cardiovascular and circulatory and hematological disorders, management of patient with sexually transmitted disease, role of nurse in medical and surgical emergencies, trauma, multiple injuries, fracture care, management of patient with food poisoning, snake bite, chemical burns, environmental emergencies, role of nurse in emergency and disaster nursing management. ഇതൊക്കെയാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിംഗിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ഇതിൽ നിന്നും കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഹിസ്റ്ററി ആൻഡ് ട്രെൻഡ്സ് ഇൻ സൈക്കാട്രിക് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്, നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, classification of mental disorders, disorders of thought, motor activity, perception, mood, speech, memory, concentration and judgment, management of patient with various mental disorders, personality disorders, sexual disorders, concept of preventive mental health service, psychiatric emergencies, crisis intervention,
ഫോറൻസിക് സൈക്യാട്രി ആൻഡ് ലീഗൽ ആസ്പെക്റ്റ്. ഇതെല്ലാമാണ് സൈക്യാട്രിക് നഴ്സിംഗിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്: കൺസെപ്റ്റ്, ട്രെൻഡ്സ്, എമർജൻസീസ് ഇൻ ചൈൽഡ് ഹെൽത്ത് കെയർ, പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, കെയർ ഓഫ് എ സിക്ക് ചൈൽഡ്, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ മാനേജ്മെൻറ്റ് ഇൻ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഓഫ് ചിൽഡ്രൻ, മാനേജ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ചിൽഡ്രൻ, മാനേജ്മെൻറ്റ് ഓഫ് കൺജനൈറ്റൽ ഡിസീസ് ഇൻ ചിൽഡ്രൻ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ചിൽഡ്രൻ. ആൻഡ് ഓരോ സിസ്റ്റം ബേസ്ഡ് ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ മാനേജ്മെൻറ്റ്, പർട്ടിക്കുലർ മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹാൻഡിക്യാപ്ഡ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇൻ ചിൽഡ്രൻ, പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ മാനേജ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ അണ്ടർഗോയിങ് സർജറി, വേരിയസ് ചൈൽഡ് വെൽഫെയർ സർവീസസ്. ഇതൊക്കെയാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് മിഡ് വൈഫറി ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്കോപ്പ് ആൻഡ് ട്രെൻഡ്സ് ഇൻ മിഡ് വൈഫറി, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ടു മെറ്റേണൽ ഹെൽത്ത് ഇൻ ഇന്ത്യ, stages of embryonal and fetal development, normal pregnancy and its management, various stage of labor, role of midwife in caring for a woman in labor, management of normal newborn, management of normal puerperium, management and complications during pregnancy and risk of pregnancy, high risk labor and complications, puerperial complications, assessment and management of high risk and sick newborn, level of care in neonatal ICU, obstetrical emergencies, role of midwife in administration of medications, ethical and legal issues related to midwifery, terms used in gynecology, examination and investigation, disease conditions in gynecology, fertility and infertility, management of patient with pelvic infections, management of patient with breast disorders, menopause and their disorders, signs and symptoms. ഇതെല്ലാമാണ് മിഡ് വൈഫറി ആൻഡ് ഗൈനക്കോളജിയിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. നെക്സ്റ്റ് വരുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, സിഗ്നിഫിക്കൻസ് ഇൻ റിസർച്ച്, types, that is quantitative research, qualitative research, data collection process, methods, introduction to statistics. ഇതെല്ലാമാണ് റിസർച്ച് ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഫഷണൽ ട്രെൻഡ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഡ് മാനേജ്മെൻറ്റ്. ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നഴ്സ് ആസ് എ പ്രൊഫഷൻ, റോൾ ഓഫ് പ്രൊഫഷണൽ നഴ്സ്, പ്രൊഫഷണൽ ethics and etiquettes, career nursing, continuing education, in-service education, legislation in nursing, professional and related organs, various health policies, principles of administration. നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഹെൽത്ത് കെയർ യൂണിറ്റ്, ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് നഴ്സ്, മാനേജ്മെൻറ്റ് ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ദെയർ പ്ലാൻസ്. ഇതെല്ലാമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. ഈ ഒരു സിലബസ് പാറ്റേൺ ആണ് DME DHS എക്സാമിന് വേണ്ടി PSC തന്നിരിക്കുന്നത്. ഇതിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവും യൂസ്ഫുള്ളും പർപ്പസ്ഫുള്ളുമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.